Next one is time shifting property. Property എന്താ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ if you have a signal x of t and the Fourier transform of x of t is x of j omega. x of t എന്ന് പറയുന്നൊരു സിഗ്നൽ ഉണ്ട്, അതിൻ്റെ Fourier transform x of j omega ആണെങ്കിൽ x of t minus t naught, അതായത് ടൈമിൽ ഷിഫ്റ്റിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ x of t minus t naught എന്ന് പറയുന്ന സിഗ്നലിൻ്റെ Fourier transform എന്ന് പറയുന്നത് e raised to minus j omega t naught into x of j omega. ഈ സെയിം പ്രോപ്പർട്ടി നമ്മൾ ലാപ്ലേസിൽ ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മൾ പറയേണ്ടായിരുന്നത് എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എസ് ടി നോട്ട് ഇൻറ്റു എക്സ് ഓഫ് എസ്. ജസ്റ്റ് നമ്മളിവിടെ ഇക്വേഷനിൽ എന്താ സംഭവിച്ചത്, റീപ്ലേസിങ് എസ് ബൈ ജെ ഒമേഗ. മനസ്സിലായി? അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രൂഫും പ്രോപ്പർട്ടീസും കറക്റ്റായിട്ട് അറിയുന്നവർക്ക് ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ സ്റ്റഡിങ് ഫുറിയർ ട്രാൻസ്ഫോം. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടീൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമാണ് എക്സ് ഓഫ് ജി ഒമേഗ. ആ എക്സ് ഓഫ് ജി ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആരുടെ ഫൊറിയർ ട്രാൻസ്ഫോമാണ് കണ്ടുപിടിക്കേണ്ടത്, എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് ഇസ് ഈക്വൽ ടു, അപ്പോൾ എക്സ് ഓഫ് ടിയുടെ അവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ടി മൈനസ് ടി നോട്ടിന് ഞാൻ പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ടി എന്താ വരിക, ടി ഈസ് ഈക്വൽ ടു പി പ്ലസ് ടി നോട്ട്. ഈ ഇക്വേഷന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡി ടി എന്തായി മാറി, ഡി പി ആയി മാറി. ടി നോട്ട് കോൺസ്റ്റൻറ്റ്, അത് 0 ആയി പോയി. സോ ഡി ടി ഈസ് ഈക്വൽ ടു ഡി പി എന്ന് പറഞ്ഞു. അത് ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തായി മാറും, Fourier transform of x of t minus t naught is equal to integral minus infinity plus infinity t minus t naught എന്തായി മാറി, p ആയി മാറി. സോ എക്സ് ഓഫ് പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു ടിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, പി പ്ലസ് ടി നോട്ടിന് എഴുതാം. സോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു പി പ്ലസ് ടി നോട്ട് ഡി ടി എന്തായി മാറി, ഡി പി ആയി മാറി. സോ ഡി പി. ഇനി ഇ റേസ് ടുവിനെ രണ്ട് സെപ്പറേറ്റ് ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ആൻഡ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട്. ഇവിടെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എന്ത് വെച്ചിട്ടാണ്, പി വെച്ചിട്ടാണ്. അപ്പോൾ ഈ ടേം ഏത്, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട് എന്ന് പറയുന്ന ടേം എന്താ, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കതിനെ ഇൻ്റഗ്രേഷന് പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രേഷന് പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ എന്ത് വരും, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് പി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ഡി പി. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടിക്ക് പകരം ഈ ഇക്വേഷനിൽ എന്താ വന്നിട്ടുള്ളത്, പി വന്നെന്ന് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്, എക്സ് ഓഫ് ജെ ഒമേഗ തന്നെയാണ്. സോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട് ഇൻറ്റു എക്സ് ഓഫ് ജെ ഒമേഗ. ക്ലിയർ ആണോ?